അക്കരെ കൊട്ടിയൂർ അമ്പലത്തിൽ സ്ത്രീകളും ആനകളും പോയതിനു ശേഷമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. സ്ത്രീകളും ആനകളും പോയതിനു ശേഷം ഇവിടെ മൊത്തത്തിൽ വിജനമായി എന്ന് തന്നെ പറയാം. അധികം ആൾക്കാരൊന്നുമില്ല, വളരെ കുറച്ച് ഭക്തന്മാരുള്ളൂ. ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലോസ് ചെയ്യും. ഇനി 2-3 ദിവസം കൂടി ഇതേപോലെ ഭക്തർക്ക് പ്രവേശനമുണ്ട്. പുരുഷന്മാർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. കഴിഞ്ഞ ദിവസം ആനയുടെ ശീവേലിയുടെ ഒപ്പം തന്നെ സ്ത്രീകളെ പുറത്തേക്ക് ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ഒരു ശീവേലി ഒരു റൗണ്ട് കഴിഞ്ഞു. അതിനുശേഷം സ്ത്രീകളോട് എല്ലാവരോടും പുഴയുടെ അപ്പുറത്തേക്ക് കയറി നിൽക്കാൻ പറഞ്ഞു. അതിനുശേഷം ശീവേലി കഴിഞ്ഞിട്ട് ആനകൾ പോകുമ്പോൾ സ്ത്രീകൾ അവിടെ പുഴയ്ക്കക്കരെ കാത്തു നിൽക്കുകയായിരുന്നു. ഇവിടെ മൊത്തത്തിലൊന്ന് വിജനമായ പോലെ ഉണ്ട്. ഇനി ഒരു 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് ഒരൊറ്റ ഭക്തർക്കും പ്രവേശനമില്ല. എല്ലാവരും ഇനി അടുത്ത കൊല്ലാണ് ഭഗവാനെ കാണാൻ വരുന്നത്. അതുവരെ വിജനമായൊരു സ്ഥലമാണിത്. സ്ത്രീകൾ വരുന്നതിന് മുമ്പും സ്ത്രീകൾ പോയതിന് ശേഷം തിരക്ക് വളരെ കുറവായതുകൊണ്ട് തന്നെ ഏതെങ്കിലും പുരുഷന്മാർക്ക് ഇപ്പോൾ വന്ന് ഭഗവാനെ കാണണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കണ്ടിട്ട് പോകുന്നതാണ്. അതുമാത്രമല്ല, നല്ല സൗകര്യത്തോടു കൂടിയിട്ട് കുറേ നേരം നിന്ന് പ്രാർത്ഥിക്കാനും പറ്റും. നല്ല ദർശനമൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗിക്കുക. 2-3 ദിവസം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. 24-ാം തീയതിയാണ് ഇവിടെ അവസാനിക്കുന്നത്. 24-ാം തീയതി ഉച്ചവരെ ഉണ്ടാവുള്ളൂ. ഇവിടെ പ്രസാദം ചീട്ടാക്കുന്ന സ്ഥലത്ത് ഗൂഗിൾ പേ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇങ്ങോട്ട് വന്നപ്പോൾ അതുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ട് അത് നിർത്തിയതാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ക്യാഷ് പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വരുന്നവരുണ്ടെങ്കിൽ ക്യാഷായിട്ട് വരാൻ നോക്കുക.